കേന്ദ്ര സർക്കാരിനെതിരായി യോജിച്ചുള്ള സമരത്തിലെ കോൺഗ്രസ് നിലപാട് പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്. ന്യായമായ ആവശ്യങ്ങൾക്കായിട്ടാണ് കേരളത്തിൻ്റെ സമരം. കോൺഗ്രസിനെ ഇത്ര മോശമായി ചിത്രീകരിച്ച BJP ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. സമരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞെന്നും KV തോമസ്. കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി ശ്രീ KV തോമസ് ആണ് നാളെ കേരളം ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്ന, കേരള സർക്കാർ ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്ന സമരത്തിൻ്റെ കാര്യങ്ങൾ, അവസാന ഘട്ട ഒരുക്കങ്ങളൊക്കെ വിവരിക്കാനായി നമ്മളോടൊപ്പം ഉള്ളത്. ഇതെന്താണ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്? എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നമ്മളോടൊരു ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ എയിംസ് നമ്മുടെ പല സ്റ്റേറ്റുകളും പല ജില്ലകളും വെച്ച് ആദ്യം കൊടുത്തു. ഒരു ജില്ല മതി, കോഴിക്കോട് കൊടുത്തു. തീരുമാനമാകുന്നില്ല. മെട്രോ റെയിൽ കെ റെയിൽ എന്നത്തെ കോർപ്പറേഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തുല്യമായ പങ്കാളിത്തമുള്ളതാണ്. പല കത്തുകൾ കൊടുത്തു, DPR കൊടുത്തു. വൈഷ്ണവ് പറഞ്ഞത് അത് കേരളത്തോട് ചോദിക്കുക, അവരാ തീരുമാനിക്കുക. അതല്ലല്ലോ ഇവിടെ അനുവാദം തരേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു അന്ധമായ എതിർപ്പ്, രാഷ്ട്രീയ പ്രേരിതമായ എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ? അവർ തീരുമാനിക്കട്ടെ. നാളെ കേരളം നടത്താൻ പോകുന്ന സമരത്തിന് സമാനമായിട്ട് ഇന്ന് കർണാടക നടത്തുക. അപ്പം കർണാടകയിൽ കാർഗെ വരില്ല, ഇന്നത്തെ സമരത്തിന് വരുമെന്ന് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ ഘട്ടത്തിൽ അത് അത്ര ഉചിതമാണെന്ന് കരുതുന്നുണ്ടോ? ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇത് ശരിയാണോ? കേരളത്തോട് നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ UGCയുടെ ഗ്രാൻറ്റുകളും UGC സഹായങ്ങളും ലഭിക്കണ്ടേ? ദേശീയപാത നമ്മളാണ് ഇന്ത്യയിൽ ഏറ്റവും അതിവേഗതയിൽ പോകുന്ന ദേശീയപാത. പക്ഷെ അവർ ചൂണ്ടിക്കാട്ടുന്നു, പക്ഷേ ഈ കേരളത്തിൽ വലിയ കെടുകാര്യസ്ഥത, ഭരണസ്തംഭനം, അഴിമതി ഇതൊക്കെ നടക്കുന്നുവെന്നാണ്. ഒന്നും ഡൽഹി പരിശുദ്ധമായൊരു ഭരണം നടക്കുന്നത്. ഭരണങ്ങൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ പാളിച്ചകളുണ്ടാകും. ഇതെല്ലാം മനഃപൂർവ്വമുണ്ടായ പ്രശ്നങ്ങളല്ല. അതൊക്കെ പരിഹരിച്ചിട്ടല്ലേ പോയിട്ടുള്ളൂ. ഇപ്പോഴും അത് തന്നെ പ്രശ്നം. കേരളത്തിൽ എന്താ സാമൂഹ്യ പദ്ധതികളുടെ സ്റ്റേറ്റാണ് നമ്മൾ. ആ സാമൂഹ്യ പദ്ധതികൾ ഉപേക്ഷിക്കാൻ പറ്റൂ? വളരെ ശക്തമായിട്ടുള്ള ഒരു സമരം എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില സന്ദേശങ്ങളും ഈ സമരത്തിലൂടെ നൽകാൻ CPM കരുതുന്നു, LDF കരുതുന്നു. ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. സൈറാബാനു പറഞ്ഞ ശുഭദിനം SKN. ശുഭദിനം സൈറാബാനു. ജയിലിനകത്തുള്ളവർ വിഷരഹിത പച്ചക്കറികൾ കഴിക്കുന്നു, പുറത്തുള്ളവർ വിഷലിപ്തമായ പച്ചക്കറികൾ കഴിക്കുന്നു. എന്താ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്?